പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ രാവിലെ സമയം ഒന്നിച്ച് ദൈവസന്നിധിയിൽ അടുത്ത് വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല സന്ദർഭത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം നാം ഒന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ പ്രാപ്യമാകുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഈ ഹാളിലും ഓൺലൈനിലൂടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിലെ ഭാഗവാക്കാകി തീർത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. പാലക്കാട്ട് നിന്ന് ദിവ്യയെ കണ്ടതിൽ വളരെ സന്തോഷം. വയനാട്ടിൽ നിന്ന് പ്രിയ അപ്പച്ചനെ കണ്ടു, പിന്നെ വേറൊരു ബ്രദറിനെ കാണുകയുണ്ടായി. എല്ലാവർക്കായും വലിയവനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സ്ഥലങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വേദപഠന ശുശ്രൂഷകളൊക്കെയും അനുഗ്രഹമായ രീതിയിൽ നടന്നു വരുന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഇതെന്ന് വെച്ചാൽ 8-ാം തീയതി ഞായറാഴ്ച മീനങ്ങാടിയിലുള്ളതായ AG ചർച്ചിൽ ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. യാത്രയിലൊക്കെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം. USA സഹോദരങ്ങളെ സഹോദരികളെ കാണുന്നതിൽ വളരെ സന്തോഷമാണ്. കാരണം ഞങ്ങളെയൊക്കെ കരം പിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ശുശ്രൂഷയാണ് USA എന്നുള്ളത് ഓർക്കുമ്പോൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എല്ലാ ദിവസവും എൻ്റെ മകൻ ജസ്റ്റിൻ USA ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റിൽ പല പ്രോഗ്രാംസിൽ ആയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് വൈകുന്നേരം പത്തനംതിട്ട ഒരു മീറ്റിംഗ് ഉണ്ട്. ഇങ്ങനെ യാത്രയെക്കുറിച്ച് ഇങ്ങനോട് പറയാറുണ്ട്. പ്രത്യേകം പ്രാർത്ഥനയിൽ എല്ലാ കാര്യങ്ങളെയും വഹിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ വ്യാഴാഴ്ചയോടും നടക്കുന്ന നമ്മുടെ ശുശ്രൂഷ ഓൺലൈനിലൂടെയുള്ള ക്ലാസ്സുകൾ ഫലകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷം. ഒത്തിരി പുതിയ കാര്യങ്ങൾ എനിക്കും പഠിക്കുവാൻ സാധിക്കുന്നു. അതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ചുരുങ്ങിയ സമയപരിധികളിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ചേർന്ന് ഒരു ചെറിയ ചിന്ത പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും ഒരു യാത്രയിലാണ്. ജീവിതമാകുന്ന യാത്രയിലൂടെ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാത്ര എങ്ങനെ സുഗമമാക്കാം എന്നുള്ളതിനെക്കുറിച്ച് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഓടിച്ച് ചില കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഇന്ന പകൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനാപൂർവം നമുക്ക് ദൈവസ്ഥനിലായിരിക്കാം. ദൈവത്തിന് വലിയ സാന്നിധ്യം അതിലുണ്ടല്ലോ. കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ, നീ എന്നോട് ഇടപെടണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവസ്ഥനിലായിരിക്കുന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തോട് ഇടപെടുകയും ദൈവിക ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴമായി പതിയുവാൻ ഇടയാകും എന്നതിനും യാതൊരു സംശയമല്ല. ആര് സംസാരിക്കും എന്നുള്ളതല്ല, അതിലുപരിയായി ദൈവമേ നീ എന്നോട് എന്ത് പറയുന്നുവോ അത് കേൾക്കുവാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ചിന്തയോടെ സമർപ്പണത്തോടെ ആയിരുന്നാൽ തീർച്ചയായും ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഈ ഒരു സന്ദേശം രൂപീകരിക്കുവാൻ ഇടയായതിൻ്റെ പശ്ചാത്തലം, കഴിഞ്ഞ ദിവസം ഞാൻ തൃശ്ശൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷയുടെ ബന്ധത്തിൽ കടന്നുപോയപ്പോൾ തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന അവസരത്തിൽ ഒരു ചെറുപ്പക്കാരനെ ഞാൻ കാണുകയുണ്ടായി. വലിയ പ്രായമൊന്നുമില്ല, ആരോഗ്യ ദൃഢഗാർത്ഥനായ ഒരു ചെറുപ്പക്കാരൻ. കയ്യിൽ 2 ബാഗുണ്ട്. അദ്ദേഹം അവിടെ ഒരു കസേര ഇരിക്കുകയാണ്. യാദൃശ്യ ഞാനും അവിടെ പേരം പോയി ഇരിക്കാനായിട്ട് ഇടയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം, സാറേ എന്നെ ഞാൻ കൊണ്ടുപോകാമോ? ഞാൻ ചോദിച്ചു, ഇദ്ദേഹം എന്നെ ഇങ്ങനെ പറയുന്നത്, എന്നെ അങ്ങ് കൊണ്ടുപോകാം, എനിക്കാരുമില്ല,
എനിക്കറിയത്തില്ല എവിടെ പോകേണ്ടതെന്ന്. ഇത് അനേക ചെറുപ്പക്കാരുടെ ഉള്ളിലുള്ള അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെ ഒരു പ്രതിപുരുഷനായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ഞായറാഴ്ച, അധികമൊന്നും ആയില്ല, കഴിഞ്ഞ ഞായറാഴ്ച സംഭവമാണ്. അപ്പോൾ അത് അതിൻ്റെ മനസ്സിൽ വന്നപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. അനേകരെ ലക്ഷ്യബോധമില്ലാതെ ഓടുകയാണ്. എങ്ങോട്ടാണ് പോകേണ്ടെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, ജീവിതത്തിൽ തന്നെ ഒരു ലക്ഷ്യമില്ലാതെ വളരെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനേകര് ഇന്ന് പലവിധത്തിലുള്ളതായ താൽക്കാലിക നിലനിൽപ്പിനു വേണ്ടിയുള്ള ശ്രമങ്ങളിൽ പലതിലും ചെന്ന് പെടുകയും അവരുടെ ജീവിതത്തെ നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് ഭാരതത്തിൽ അഥവാ കേരളത്തിൽ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്നതുള്ള യാഥാർത്ഥ്യം നാം മറന്നു കളയരുത്. അതുകൊണ്ട് ആകുന്നു ഇന്ന് എൻ്റെ ചിന്തയ്ക്ക് പ്രമേയമായി ഞാൻ എടുത്തത് ജീവിതയാത്ര, നിൻ്റെ യാത്ര എങ്ങോട്ട്? ജീവിതയാത്രക്കാരാ, നിൻ്റെ യാത്ര എങ്ങോട്ട്? ലക്ഷ്യബോധമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നതായ ജനസമൂഹത്തിന് മധ്യത്തിൽ ജീവിതത്തിൽ ലക്ഷ്യവും അർത്ഥവും മാനവും നൽകുവാനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നവനായ കർത്താവായ യേശുക്രിസ്തു ജീവിതത്തിൽ അർത്ഥവും ലക്ഷ്യവും മാനവും നൽകി നമ്മെ ശുഭപ്രതീക്ഷയോടെ നമ്മെ നയിക്കുവാൻ, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും വന്നു എന്ന് പറഞ്ഞ കർത്താവ് തൻ്റെ ജീവനവരെയും അറിവില്ലായി നൽകിയതിൻ്റെ പ്രഥമ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം നൽകുവാനായിട്ടാണ്. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അവനോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ജീവിതം ശൂന്യതയിലേക്കല്ല പോകുന്നത്, മറിച്ച് ഒരു ലക്ഷ്യസ്ഥാനത്തേക്കാണ് അവർ ലാക്കാക്കി ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. വേദപുസ്തകം പഠിക്കുമ്പോൾ ധാരാളം കാര്യം ഈ യാത്രയുടെ ബന്ധത്തിൽ കാണാൻ സാധിക്കും. ഹിന്ദിയിൽ ഞങ്ങളെ പേര് വിളിക്കുന്ന ഒരു പുസ്തകമുണ്ട്, നിർഗമൻ കാ കിതാബ് എന്ന് പറയും, അഥവാ പുറപ്പാട് പുസ്തകം. പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ മനോഹരമായ ഒരു യാത്രയെക്കുറിച്ചാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അവളുടെ യാത്രാമധ്യത്തിൽ അവളുടെ യാത്രയെ ത്വരിതപ്പെടുത്തുവാൻ, ശക്തീകരിക്കുവാൻ, അവരുടെ യാത്രയ്ക്ക് ആക്കം കൂട്ടുവാൻ അവരെ പ്രേരിപ്പിച്ച ഘടകമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിലയേറിയ സാന്നിധ്യമാണ്. ദൈവ സാന്നിധ്യവും ദൈവത്തിൻ്റെതായ പ്രമാണങ്ങളുമാണ് ഒരു വ്യക്തിയുടെ യാത്രയെ അർത്ഥസമ്പുഷ്ടിയുള്ളതാക്കി മാറ്റുന്നത്. ജീവിതത്തിൽ എന്ത് നേടി എന്നുള്ളതല്ല, ജീവിതത്തിൽ എന്തുണ്ട് എന്നുള്ളതല്ല, അതിലുപരിയായി ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവിക പ്രമാണങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ആരാഗ്രഹിക്കുന്നുവോ അവരുടെ യാത്ര അനുഗ്രഹകരമായിരിക്കും. അല്ല എങ്കിൽ ഒരു ദിവസത്തിൻ്റെ സായം സന്ധ്യയിൽ പറയും, ഇന്നത്തെ ദിവസം പോയി, ഇതാ വന്നു, ഇതാ പോയി, ഇതാ വന്നു, ഇതാ പോയി. നേരം വെളുർത്തു, സന്ധ്യയായി, എന്ത് നേടി, എങ്ങനെ ജീവിച്ചു, എങ്ങനെ സംസാരിച്ചു, എങ്ങനെ ജീവിതം ചെലവഴിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അർത്ഥസമ്പുഷ്ടമാക്കി തീർക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ അറിഞ്ഞിരിക്കേണ്ട ചില സത്യങ്ങൾ വേഗതയിൽ പറഞ്ഞ് മുഴുവൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 20-22 വാക്യം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന് ദൈവം പറയുകയാണ്, വായിക്കണ്ട, നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി, സമയപരിമിതി ധാരാളമുണ്ടല്ലോ. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും കൊണ്ട്, ദൈവ സാന്നിധ്യം കൊണ്ട് തൻ്റെ ജനത്തെ നയിച്ച ക്രിസ്തുവിനെ, ദൈവത്തെ അവിടെ പ്രകടമായി കാണുന്നുണ്ട്. മുന്നോട്ട് പോകുക. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അവിടെ പറയുന്നു,
20, 21, 22 വാക്യങ്ങളിൽ ദൈവം തന്നെ ദൂതനെ അയച്ച് അവൻ നമ്മെ കാക്കുന്നവനായ ദൈവമാണ്. ഇതാ നീ പോകുന്ന വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിന് ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. പുറപ്പാട് പുസ്തകം 23, 22, 22 വാക്യങ്ങൾ. ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ മോശയോട് ദൈവം പറയുകയാണ്, മോശ ഇതിലൂടെ ചോദ്യം ചോദിക്കുകയാണ്, നീ എന്നോടുകൂടെ ഇല്ല എങ്കിൽ എന്നെ അയക്കരുത് എന്ന്. പുറപ്പാട് പുസ്തകം 33 അധ്യായം 12 മുതൽ 16 വാക്യം വായിക്കുമ്പോൾ, പുറപ്പാട് 33, 12, 13, 14, 15, 16 വാക്യം വായിക്കുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും, മോശ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോകുമെന്ന് പറയുന്നുണ്ട്. അങ്ങോട്ട് യാത്ര ചെയ്യുക. പുറപ്പാട് പുസ്തകം 40 അധ്യായം 34 മുതൽ 32 വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ദൈവം സമാഗമന കൂടാരത്തിൽ തൻ്റെ തേജസ് അവരുടെ മേലെ അയക്കുന്നുണ്ട്. അപ്പോൾ സമാഗമന കൂടാരത്തിന്മേൽ യഹോവയുടെ തേജസ് കടന്നു വന്ന് തിരുനിവാസത്തെ നിറയ്ക്കുന്ന അനുഭവം. സമാഗമന കൂടാരത്തെക്കുറിച്ച് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, വർഷിപ്പിനെ കുറിച്ച് പഠിച്ചതാണല്ലോ, അതിലൊക്കെ കടക്കുന്നില്ല. അതുകൊണ്ട് സമാഗമന കൂടാരത്തിൻ്റെതായ ആ മേഘസ്തംഭം മൂവ് ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യണം? കുറ്റിപറിച്ച് മുന്നോട്ട് യാത്ര തുടരേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ യാത്ര സുഗമമാകണമെങ്കിൽ, നമ്മുടെ യാത്ര അർത്ഥവത്തായി തീരണമെങ്കിൽ, ഒന്ന്, ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ദൈവ സാന്നിധ്യം എന്ന് പറയുമ്പോൾ തന്നെ നാം വായിക്കുന്നു 119 സങ്കീർത്തനം 105 വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാവുന്ന സങ്കീർത്തനമാണ് 119, 105. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. ദൈവ സാന്നിധ്യം എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് കാണുന്നു. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട മാത്യു പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ദൈവവചനത്തെ ക്രമീകൃതമായ വിധത്തിൽ ശരിക്കും മനസ്സിലാക്കി പഠിക്കുവാൻ ഉതകുന്ന പഠന മാർഗമായിരിക്കുന്ന ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്നതായ മതേഡിലൂടെ ഞങ്ങൾ ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ, ദേശത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ അനേകരെ ദൈവനെ പഠിപ്പിക്കുവാൻ, പ്രോത്സാഹിപ്പിക്കാൻ. കാരണം ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ അനവരതം ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ദൈവത്തിൻ്റെ വചനമെന്നുള്ളത്. നമ്മുടെ കയ്യിലുള്ളതായ പുസ്തകങ്ങളൊക്കെ നോക്കുമ്പോൾ ചിലരൊക്കെയും പ്രിസെപ്റ്റിൻ്റെതായ പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നോക്കുന്ന അവസരത്തിൽ അതിൻ്റെ താഴെ ഒരു ഓതറുണ്ട്. ആ ഓതറിൻ്റെ പേര് എന്ന് പറയുന്നത് കെ ആർദർ എന്നാണ്. ചിലർക്കൊക്കെ അറിയാമായിരിക്കും കെ ആർദർ. അനേകരെ ദൈവവചനത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വന്നവനായ സിസ്റ്റർ കെ ആർദർ ഓർമ്മയായി മാറിയിരിക്കുകയാണ്. അത് ചിലർക്കൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടു, എല്ലാവർക്കുമൊക്കെ ഞാൻ അയച്ചില്ല. ചിലർക്കൊക്കെ ഞാൻ അയക്കുകയുണ്ടായി. കഴിഞ്ഞ 20-ാം തീയതി, കഴിഞ്ഞ ആഴ്ചയിൽ പ്രഭാതത്തിൽ താൻ പ്രിയം വെച്ച ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കെ ആദർ എടുക്കപ്പെട്ടു. 92-ാമത്തെ വയസ്സിൽ. 92-ാമത്തെ വയസ്സ് വരെയും അനേകരെ ദൈവവചനത്തിൽ ഉറപ്പിക്കുവാൻ, അനേക വേദപഠന മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുവാനായിട്ട് കെ ആർദറും ജാക്കും ഡേവിഡും അതുപോലുള്ളതായ ഒരു സംഘം ടീം അംഗങ്ങൾ ചേർന്ന് പ്രവർത്തിച്ച ഫലമായിട്ടാണ് ഇന്ന് ഈ ശുശ്രൂഷ 180 രാജ്യങ്ങളിൽ പടർന്ന് പന്തലിച്ച് അനേകർ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനത് പറയാൻ കാരണം ദൈവവചനത്തിൻ്റെ പ്രാധാന്യം അത്രമാത്രം വലിയതാണ്. നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. ജീവിതയാത്ര താങ്കളുടെ വിഷയം. നമ്മുടെ ഗമനത്തെ സുസ്ഥിരമാക്കണമെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു പ്രമാണം വേണം, ഒരു ചിട്ട വേണം, ഒരു അച്ചടക്കം വേണം. ഇന്ന് പലയിടത്തും ഈ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്ന രീതിയില്ല. കൂട്ടായ്മയുണ്ട്, ആരാധനയുണ്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത്. ക്രമീകൃതമായ വിധത്തിൽ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തി എടുക്കുവാൻ സാധിക്കുമ്പോഴാണ് വി ബിക്കം എ ഡിസൈപ്പിൾ എന്ന് പറയുന്നത്. ഡിസൈപ്പിൾഷിപ്പ് അഥവാ ഡിസിപ്ലിൻ, ഇത് രണ്ടും ഒരുപോലെ പോകുന്നതാണ്.
അപ്പോൾ ഇവിടെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം പറയുന്ന കാര്യങ്ങളെ ശരിയായി വണ്ണം മനസ്സിലാക്കി ക്രമീകൃതമായ ജീവിതത്തിനുടമയായി മാറുവാൻ നാം ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തരും. അപ്പോൾ നമ്മുടെ യാത്ര സുഗമമായി തരും. നമ്മൾ വായിച്ച പുറപ്പാട് പുസ്തകത്തിലെ വേദഭാഗങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ച ചട്ടങ്ങളും വിധികളും ന്യായപ്രമാണങ്ങളും നിങ്ങൾ അനുസരിച്ച് നടന്നാൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരവും ദൈവ സാന്നിധ്യവും നമ്മോടുകൂടെ ഉണ്ടായിരിക്കും. ആരോട് കൂടെ? ദൈവവചനപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം. അതുകൊണ്ട് നമ്മുടെ ഓട്ടം, നമ്മുടെ നടപ്പ് ദൈവവചന അടിസ്ഥാനത്തിലായിരിക്കണം. ഓക്കെ, ഞാൻ ഇവിടെ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. പ്രൈസ് ദി ലോർഡ്. കാല് നമ്മുടെ ദിശയെ കൺട്രോൾ ചെയ്യുന്നതാണ്, അല്ലേ? എങ്ങോട്ട് വയ്ക്കുന്നു അനുസരിച്ച് നമ്മൾ മുന്നോട്ട് ഗമനം പോകും. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഞങ്ങൾ തൃശ്ശൂരിലെ പല സ്ഥലങ്ങളിൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പട്ടിക്കാട് ഒരു സ്ഥലത്തൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടേക്ക് പോകുന്ന കൂട്ടത്തിൽ ഞാൻ തിരുവല്ലായിൽ നിന്ന് വാഹനത്തിൽ വന്നതുകൊണ്ട് ഡ്രസ്സൊന്ന് മാറണം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സ്ഥലത്ത് പോയി ഒന്ന് ഡ്രസ്സ് മാറാൻ ശ്രമിക്കുന്ന പക്ഷേ അങ്ങോട്ട് പോകത്തില്ല, വഴി ബ്ലോക്കായി. അപ്പോൾ നോക്കിയപ്പോഴേ അവിടെ കാണാൻ സാധിക്കും ഒരു പൂരമാണ്. തൃശ്ശൂർ പല പൂരങ്ങളുണ്ട്. വലിയ പൂരം കഴിഞ്ഞു, ഇപ്പോൾ ചെറിയ പൂരങ്ങളൊക്കെ അവിടെ നടക്കുന്നു. തൃശ്ശൂർക്കാർക്കൊക്കെ നല്ലോണം അറിയാം. അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്ന അവസരത്തിൽ കുറേ ആളുകൾ ഉണ്ടല്ലോ, ഈ എന്താ പറയുക, ഈ നൃത്തം ചവിട്ടുന്ന രീതിയിലുള്ള വസ്ത്രമൊക്കെ ധരിച്ച്, എനിക്ക് വസ്ത്രത്തിൻ്റെ പേര് എനിക്കറിയില്ല, ഏതായാലും ആ വസ്ത്രമൊക്കെ ധരിച്ച് ഇങ്ങനെ വിടർന്ന് പന്തലിച്ച് തലയിൽ വലിയ വട്ടമൊക്കെ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ വണ്ടി മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞൊരു പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരുടെ ഒന്ന് ശ്രദ്ധിച്ചു. ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി, ഞാൻ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഭാഗം. എന്ത് കണ്ടാലും ഞങ്ങൾ നിരീക്ഷണം എന്നുള്ളത് പ്രത്യേക ഒരു വിഷയമാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ മുകളിലുള്ളതായി ചക്രം പോലെയും സാധനം ഇങ്ങനെ ആംഗിൾ ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ ആംഗിൾ മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കാല് മൂവ് ചെയ്യണം. മനസ്സിലായി പറഞ്ഞ്? കാല് മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, മുകളിലുള്ള ആ വട്ടം ഇങ്ങോട്ട് തിരിയുന്നതും വലത്തോട്ട് ഇരുന്നതും ഇടത്തോട്ട് ഇരുന്നതൊക്കെ കാലിൻ്റെ ചവിട്ടനുസരിച്ചാണ്. ഓക്കെ, നൃത്തം കണ്ടിട്ടൊക്കെ സാധിക്കും കാലിൻ്റെ സ്റ്റെപ്സ് എത്രയും പ്രധാനപ്പെട്ടതാണ്, അല്ലേ? ഓരോ സ്റ്റെപ്പും പ്രധാനപ്പെട്ട. ആ സ്റ്റെപ്പ് ശരിക്കും വെച്ചില്ലെങ്കിൽ സംഗതി ഫ്ലാഷായി അങ്ങ് കുളമായി പോകും. അതുകൊണ്ട് ശരിക്കും നൃത്തം നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഭരതനാട്യമോ മറ്റേത് വായിക്കലുണ്ട്, അത് ചെയ്യണമെങ്കിൽ അതിൻ്റെ കാലിൻ്റെ സ്റ്റെപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്, കാലിൻ്റെ ചുവട് പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ജീവിതയാത്രയെ നിയന്ത്രിക്കേണ്ട, ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും നൽകുന്ന, ഗമനത്തെ സുസ്ഥിരമാക്കുന്ന നമ്മുടെ കാലുകൾ ശരിയായ ദിശയിൽ മൂവ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ബാക്കി പറഞ്ഞേ ഒരു പ്രയോജനമില്ല. ജീവിതം കൊണ്ട് പ്രയോജനപ്പെടണമെങ്കിൽ നമ്മുടെ പാതകളെ നമ്മൾ നേരെയാക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, സങ്കീർത്തനം 110 വായിക്കുന്നത്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. അപ്പോൾ ദൈവവചനം എന്ന് പറയുന്നത് ജീവിതത്തിൽ കൺഫ്യൂഷൻ ഉള്ള സ്ഥലത്ത് ക്ലാരിറ്റി നൽകുന്നതാണ് ദൈവവചനം. ഗോഡ്സ് വേർഡ് ബ്രിങ്സ് ക്ലാരിറ്റി ഇൻ ദ മിസ്റ്റ് ഓഫ് കൺഫ്യൂഷൻ. ആശയക്കുഴപ്പങ്ങളുടെ മധ്യത്തിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എന്ന് ഭാരത്തോടെ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ശരിയായ ദിശയിലേക്ക് നമ്മളെ കരം പിടിച്ച് നടത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അവൻ്റെ വചനത്തിൽ നാം ആശ്രയിക്കുമ്പോൾ നമ്മുടെ കാലുകൾ എന്ത് ചെയ്യില്ല, ഇടറിപ്പോകുവാൻ അവൻ സമ്മതിക്കയില്ല എന്ന് കാണാൻ സാധിക്കും. 2, ഗോഡ്സ് വേർഡ് പ്രൊവൈഡ്സ് ലോങ് ടേം ഡയറക്ഷൻ. താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയുള്ളതായ ഒരു നിയന്ത്രണമല്ല, അതിലുപരിയായി നിലനിൽക്കുന്ന
നിത്യതയോളം കൊണ്ടെത്തിക്കുന്ന ലോങ് ടേമിലേക്ക് നമ്മളെ ജീവിതത്തെ ത്വരിതപ്പെടുത്തിയെടുക്കുന്ന, നമ്മളെ മെനഞ്ഞെടുക്കുന്ന, നമ്മളെ പണിയുന്ന ഒരവസ്ഥയിലേക്ക് ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പണിയപ്പെടുകയാണ്. പത്രോസ് വായിക്കുന്നുണ്ട്, നമ്മളെയൊക്കെയും എന്ത് ചെയ്യിക്കുന്നു, ദൈവത്തിന് ആത്മീയം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് എന്ത് ചെയ്യണു, ഒരു ആത്മീയ ഗൃഹമായി നമ്മെ പണിയുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നാം ദൈവത്തിൻ്റെ വർക്ക്മാൻഷിപ്പാണ്, ദൈവത്തിൻ്റെ കരവിരുതാണ് നാം ഓരോരുത്തരും. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവവചനത്തിലൂടെയാണ് നമ്മെ ഓരോ ദിവസവും മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മളെ പണിതുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ അധികം ശക്തിയോടെ നിൽക്കുവാൻ, താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയല്ല, നിലനിൽക്കുന്നതിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് അത് നയിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. മൂന്നാമത്, ഗോഡ്സ് വേർഡ് ബ്രിങ് ഹോപ്പ് ഇൻ ദ മിസ്റ്റ് ഓഫ് ഡാർക്ക്നെസ്. അന്ധകാരം അത് തളം കെട്ടി നിൽക്കുമ്പോൾ, വെല്ലുവിളികൾ ധാരാളം ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വചനമാണ്. ഈ കാലങ്ങളിൽ ധാരാളം വെല്ലുവിളികൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ മീഡിയ വഴിയൊക്കെ ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, പല പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയൊക്കെയും ധാരാളം ചലഞ്ചസ് ഉണ്ട് നമ്മുടെ മുമ്പിൽ. ആ ചലഞ്ചസിന് മുമ്പിൽ നമ്മെ പിടിച്ചു നിർത്തുന്നത് എന്താണ്? ഈ ദൈവത്തിൻ്റെ വചനമാണ്. അവിടെ നമ്മൾ വീണു പോകാൻ ഇടയാകാതെ, തകർന്നു പോകാൻ ഇടയാകാതെ നമ്മളെ നേരോടെ നിർത്തുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറഞ്ഞത്, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. കാലിനെ ഉറപ്പിച്ച് നിർത്തുന്നത് എന്താ? വചനമാണ്. ഈ വചനം ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. അതിൻ്റെ 97, 98, 99, 100 വാക്യം വായിക്കുമ്പോൾ, 119 സങ്കീർത്തനം 98, 99, 100 ഇവിടെ വായിക്കുന്നു, നിന്റെ കൽപ്പന എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുകയാണ്. ഓക്കെ, we become more wise than our enemies. Praise the Lord. Hallelujah. ഈ ദൈവത്തിൻ്റെ വചനം, ഈ മാറ്റമില്ലാത്ത തേരിലും തേൻകട്ടയിലും മാധുര്യമേറിയ ദൈവത്തിൻ്റെ വചനം make us more wise. നമ്മളെ അധികം എന്ത് ചെയ്യും? ബുദ്ധിമാൻ ആക്കുന്നവനായ ദൈവമാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന, ബാക്കി പറഞ്ഞ്, ബുദ്ധിമാനുണ്ടോ എന്നറിയേണ്ടതിന് ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. God look for wise people. ഓക്കെ, ബുദ്ധിമതിയായ ഭാര്യ ആർക്ക്? ഇതൊക്കെ ഒത്തിരി വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ജ്ഞാനിയായ ഭാര്യ, ഓക്കെ, ബുദ്ധിമതിയായ ഭാര്യ, ഓക്കെ, വിവേകമുള്ള അവസ്ഥ എന്ന് പറയുന്നത് എപ്പോൾ ലഭിക്കും? വചനത്തിലൂടെ ലഭിക്കും. നമുക്ക് കുറേ വിദ്യാഭ്യാസം വെച്ചുകൊണ്ടത് ലഭിക്കുന്നതല്ല ഇത്. അതിലുപരിയായി ദൈവവചനത്തിലൂടെയാണ് നമ്മെ ബുദ്ധിമാന്മാരാക്കുന്നത്, ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. അവയെപ്പോഴും എൻ്റെ ഷെൽഫിൽ ഇരിപ്പുണ്ട്. അതോ എവിടെ ഇരിപ്പുണ്ട്? അതെപ്പോഴും എൻ്റെ പക്കലുണ്ട്, എൻ്റെ കയ്യിലുണ്ടെന്ന്. ഓക്കെ, എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം കേട്ടോ. ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കൈമുതലായിരിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മോടുകൂടി ഉണ്ടായിരിക്കണം. ദൈവവചനത്തിൽ നിന്നായിരിക്കണം. ദൈവവചനത്തിൽ സഞ്ചരിക്കണം. ദൈവവചനത്തിലൂടെ മൂവ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു ഒത്തിരി പറയാനുണ്ട്. ഈ ദൈവവചനത്തിൻ്റെ ആഴമെത്ര വലുതാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആഴമേ, നമ്മൾ അത് തന്നെ പ്രഭാതത്തിൽ കേട്ട വാചകമാണല്ലോ. ദൈവത്തിൻ്റെ ആഴമേ. ഈ ദൈവത്തിന് ആഴമേറിയ തിരുവചനങ്ങളെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അത് നമ്മളെ ബുദ്ധിമാന്മാരാക്കും എന്നതിന് യാതൊരു സംശയമില്ല. പിന്നെ 99 വായിക്കുന്നുണ്ട്, അതെൻ്റെ ധ്യാനമായിരിക്കൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ, ഓക്കെ, എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ആരായി മാറി? ബുദ്ധിമാനാകുകയാണ്. ഓക്കെ, വി ബിക്കം മോർ വൈസർ ദാൻ ഓൾ അവർ ടീച്ചേഴ്സ്. ഓക്കെ, എത്ര വലിയ അനുഗ്രഹമാണ്. ഓക്കെ, നമ്മളെല്ലാവരും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാ. ഓക്കെ, എപ്പോഴും ആരെങ്കിലുമൊക്കെ സ്പൂണോട് ഫീഡ് ചെയ്യാൻ തന്നാൽ വളരെ സന്തോഷം.
ഷായിച്ചാന് ഓരോ ദിവസവും വരുമ്പോൾ ഓരോ സ്പൂണിൽ അങ്ങോട്ട് നിങ്ങൾക്ക് ഓരോ പൊതിക്കിട്ട് തന്നു വീഴുകയാണെങ്കിൽ എന്ത് സന്തോഷമല്ലേ. ഓക്കെ, എന്നാൽ അതല്ല ഞങ്ങളോട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നില്ല പാസ്റ്റർ അങ്ങനെ ചെയ്യുമെന്ന്. എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പൊതിക്കെട്ട് ഉണ്ടാക്കുവാനുള്ള ചില സിസ്റ്റംസ് അങ്ങോട്ട് പറഞ്ഞു തരികയാണ്. മനസ്സിലായോ? എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓക്കെ, എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഗൈഡ് ലൈൻസാണ് ഞങ്ങൾ പറഞ്ഞു തരുന്നത്. ഇത് നമുക്ക് തന്നെ അതുകൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും അല്ലേ. ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ റെസിപ്പി എന്ന സംഭവം അല്ലേ, റെസിപ്പി. ഓക്കെ, ഇന്ന് അനേകരും അടുക്കള പാചകം യൂട്യൂബ് ചാനൽ നോക്കിയാണ് പലതും കുക്ക് ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു മഴുത്ത മാങ്ങ കറി വെക്കാനായി ഒരു യൂട്യൂബ് ചാനൽ നോക്കിയാൽ എങ്ങനെ ഇടണമെന്നുള്ളത് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ റെസിപ്പിയുണ്ട്. ഓക്കെ, നമ്മളെ റെസിപ്പി എന്താണ്? ദൈവവചനം ശരിയായൊരു അപഗ്രഹം ചെയ്യുവാനുള്ള റെസിപ്പിയാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് ഓഫ് ബൈബിൾ സ്റ്റഡി. മനസ്സിലായോ? ആ റെസിപ്പി ഉപയോഗിച്ച് അങ്ങോട്ട് പഠിച്ചു കഴിയുമ്പോൾ നല്ല സ്വാദുള്ള ഭക്ഷണം കിട്ടും കേട്ടോ. അതിനകത്ത് ഇൻഗ്രീഡിയൻസ് വേറെ ഒന്നും കയറ്റണ്ട, എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള ഈ കറുത്ത പുസ്തകം ഉണ്ടല്ലോ, എല്ലാവരെയും കറുത്ത നമ്മളെല്ലാം കൊണ്ടു നടക്കുന്നത്, ഇതിനകത്ത് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അത്രമാത്രം ഉന്നതമായ തലങ്ങളിലേക്ക് നമ്മെ നടത്തുന്നവനായ ദൈവത്തിൻ്റെ വചനം. 100-ാം വാക്യത്തിൽ വീണ്ടും വായിക്കുന്നു, ഇതിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കിയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകും. ഞാൻ വയോധികന്മാരിലും വിവേകമേറിയതാണ്. ഓക്കെ, ഒന്നാമത് 2 പ്രാവശ്യം ബുദ്ധിമാനാകുമെന്ന് പറയുന്നുണ്ട്. 3-ാമത് പറയുന്നുണ്ട് ബുദ്ധിമാൻ ആകുന്നതിലുപരിയായി വിവേകം. അനേകർക്ക് ബുദ്ധിയുണ്ട്, വിവേകമില്ല. ഓക്കെ, നമ്മൾ വിവേകമില്ലെങ്കിൽ ആർക്ക് തുല്യമാണെന്ന് വ്യവസ്ഥ പറയുന്നുണ്ട്? നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരാണെന്ന് പറയുന്നു. അപ്പോൾ വിവേകം വളരെ ആവശ്യമാണ്. എപ്പോഴാണ്, എവിടെ വെച്ച്, എന്ത് കാര്യം എങ്ങനെ പറയണം എന്നുള്ളത് ഒരു വിവേകത്തോടെ പറയുവാനായി നമുക്ക് സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ദൈവവചനത്താൽ നമ്മുടെ കാല് നിയന്ത്രിക്കപ്പെടണം. Let our feet be controlled by the word of God. ദൈവവചനത്താൽ നമ്മുടെ കാല് നിയന്ത്രിക്കപ്പെടണം. ഈ വചനമായ ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. 40-ാം സങ്കീർത്തനം 2-ാം വാക്യം. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി, എൻ്റെ വായിൽ പുതിയൊരു പട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. മൈ ഫീറ്റ് ഓൺ എ റോക്ക്. മനസ്സിലായോ? ഈ വചനമാകുന്ന ക്രിസ്തുവാകുന്ന പാറമേൽ എൻ്റെ കാല് ഉറപ്പിച്ചു വെച്ചാൽ, ഓക്കെ, ഞാൻ വീണു പോകില്ല, പതറുകയില്ല, ഞാൻ പതറുകയില്ല, വീഴുകയില്ല, ഞാൻ വീഴുകയില്ല, തളരുകയില്ല, ഞാൻ തളരുകയില്ല. വല്ലായ്മയിലും ഇല്ലായ്മയിലും പോരായ്മയിലും നേരോടെ നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ഈ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ്. അങ്ങനെ അവൻ നമ്മുടെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. എവിടുന്നാ പൊക്കിയത്? നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും. അപ്പൊ കാലിൽ എന്തുണ്ട്? ചെളിയുണ്ട്. ഓക്കെ, ആ ചെളി കൊണ്ട് ഉറപ്പുള്ള പാറ വെച്ചാൽ കാൽ നിൽക്കുമോ? ഉടനെ ഒരു മരുന്ന് ദൈവം തരും. ഓക്കെ, അവൻ നമ്മളെ തൻ്റെ വചനത്താൽ കഴുകി ശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നതായൊരു വസ്തുതയുണ്ട്. അപ്പോൾ പത്രോസ് അടുക്ക വന്നാൽ പത്രോസ് പറയാണ്, നീ എന്നെ മുഴുവൻ കുളിപ്പിക്കാൻ പറഞ്ഞു. ഓക്കെ, ആദ്യം പറഞ്ഞു എന്നെ കാല് കഴുകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞോട് പറഞ്ഞു, ഞാൻ എന്നെ കഴുകാൻ പങ്കില്ല, ഓഹരില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യുക, എന്നെ മുഴുവൻ കുളിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, കുളിച്ചിരിക്കുന്നവന് ഇനിയും മുഴുവൻ കഴുകേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? കാല് കഴുകിയാൽ മതി. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളെപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ഓക്കെ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ദൈവത്തിൻ്റെ വചനത്താലുള്ള ശുദ്ധീകരണം. ഓക്കെ,
നമ്മളെ കാലുകളെ പൊക്കി ഒരു പാറയിൽ വെക്കുക മാത്രമല്ല, അവൻ നമ്മുടെ കാലുകളെ ശുദ്ധീകരിക്കുന്നവനായ ദൈവമാണ്. നമ്മുടെ കാലുകളെ തന്നെ വചനത്താൽ ശുദ്ധീകരിക്കുകയാണ്. അവൻ നമ്മുടെ കാലുകളെ ശുദ്ധീകരിക്കുമ്പോൾ, കാലിലെ ചെളി പോകുമ്പോൾ കാലിനി എന്ത് ചെയ്യില്ല, തെന്നുകയില്ല. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഹൈറേഞ്ചിൽ സുവിശേഷ ബന്ധത്തിൽ ഇടുക്കിയുടെ വിവിധ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോൾ, ഇങ്ങനെ ഹൈറേഞ്ച് പോയവർക്കറിയാം, അവിടെ ഈ മലമുകളിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ പാറ മടക്കൂടെ ഒക്കെ ഇങ്ങനെ യാത്രയാണ്. അപ്പോൾ എനിക്കൊരു അപ്പുറത്തൊരു വീട്ടിൽ വരെ പോകണം. അപ്പം ഒരപ്പച്ചൻ പറഞ്ഞു, എൻ്റെ കൂടെ കാണിച്ചില്ലാന്ന് പറഞ്ഞു. അവിടെ വഴിയെന്ന് പറഞ്ഞാൽ അവരെല്ലാം നടപ്പാതയാണ്, ഇടയ്ക്കൂടെ വഴി നടപ്പാത വഴി ഇങ്ങനെ കയറി പോകണം. ഒരപ്പച്ചൻ എന്നെ കൊണ്ട് കൊണ്ടുപോവുകയാണ്. അപ്പം അപ്പച്ചനെ കൊണ്ടുപോയ വഴിക്ക് അപ്പച്ചൻ മുന്നോട്ട് നടന്നു പോയി, എൻ്റെ പുറകെ വന്നാൽ മതി പറഞ്ഞു. കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ അപ്പുറത്ത് പോയി. എനിക്ക് അങ്ങോട്ട് പോകാൻ വലിയ പേടി. ഒരു പാറ ഈ അവിടെ ഇടിക്കുമ്പോഴും എപ്പോഴും മഴ പെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ ചെറിയ പായലുണ്ട്. എനിക്ക് പേടിയാണ്, കാല് മുന്നോട്ട് എടുത്ത് വെക്കാൻ വയ്യ. ഞാൻ താഴെ വീഴും, അതുകൊണ്ട് ഞാൻ കാല്. അപ്പോൾ അദ്ദേഹം പറയുന്നുള്ളൂ, പോരെ, ധൈര്യമായിട്ട്. ഞാനല്ലേ പറഞ്ഞു പോരാൻ പറഞ്ഞു, ഞാൻ പോകുന്ന കണ്ടില്ലേ. അദ്ദേഹത്തിന് പറയാം, പക്ഷെ എൻ്റെ ഹൃദയം ഇങ്ങനെ ഇടിച്ചോണ്ടിരിക്കുക. കാല് വെച്ചാൽ താഴെ കുഴി പോകുന്ന യാതൊരു സംശയമില്ല. ഇങ്ങനെ സ്ലിപ്പറിയാണ്, നല്ലപോലെ പായലുണ്ട്. പക്ഷേ അദ്ദേഹം നമുക്കറിയില്ല, ഇടുക്കിയിലെ ആളുകളുടെ വസ്ത്രധാരണം അറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. ഈ തൊപ്പിപ്പാളയൊക്കെ കെട്ടി തലയിൽ വെക്കും, കർഷകരാണ്. പിന്നെ അവർ നല്ല വീതിയുള്ളൊരു തുവർത്ത് പോലുള്ള സാധനമാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് അവരതിന് വളരെ ഫ്രീ ആയിട്ട് നടന്നു പോകുക. ആ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇനി പോരാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഈ അപ്പച്ചൻ നടന്നു പോയാൽ ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. അപ്പച്ചൻ്റെയൊക്കെ കാലിന്, അവിടെ ഇടുക്കിയിലുള്ളവരുടെ അപ്പച്ചന്മാരുടെ കാലിന് വേറൊരു പ്രത്യേകത. ആരും ഇടുക്കി നാലും വന്നിട്ടുണ്ടോ? ഇവിടെ ആരും ഇല്ലല്ലോ. ഓക്കെ, പറഞ്ഞു. നിങ്ങളവിടുത്തെ കാലിൻ്റെ പ്രത്യേകത എന്തുവാ? കാല് ചവിട്ടുമ്പോൾ എങ്ങനെ ഉറപ്പായി ചവിട്ടുന്ന രീതി എങ്ങനെയാ? ഉപ്പൂറ്റ്. ഓക്കെ, അതിന് ഞങ്ങൾ വട്ടക്കാലെന്നാണ് പറയുന്നത്. കാലിന് വട്ടക്കാലെന്ന് പറയും. അതായത് ഇങ്ങനെ നമ്മൾ സാധാരണ വെക്കുന്നതല്ല വെക്കുന്നത്, ഇങ്ങനെ ഒരു ചരിച്ചാണ് വെക്കുന്നത്. അപ്പോൾ നല്ല ഗ്രിപ്പ് കിട്ടും. ബ്രദർ പറഞ്ഞു കൊടുത്ത ശരി തന്നെ, വട്ടക്കാൽ നിങ്ങൾ പറയും. ഓക്കെ, വട്ടത്തിൽ ചവിട്ടും. നമ്മുടെ കാലം സ്ട്രെയിറ്റാണ് വെക്കുന്നത്. പക്ഷേ ഇടുക്കിയുള്ള അപ്പച്ചൻ അവരൊക്കെ നടത്തുന്നത് എന്തുവാ, ഈ പാറപ്പുറത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു റൗണ്ടിൽ നിൽക്കും, ഒരു വട്ടക്കാൽ, ഒരു സെമി സർക്കിൾ വെക്കും. അതാ സെമി സർക്കിൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഉറപ്പുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, തെന്നലുള്ളതായ ഈ ലോകത്തിൽ, വഴുവൽപ്പുള്ള ലോകത്തിൽ വീഴാതെ നിൽക്കണമെങ്കിൽ അവൻ നമ്മുടെ കാലുകളെ കഴുകിയേ മതിയാകും. വിതൗട്ട് ദ ക്ലെൻസിങ് ബൈ ദ ലോർഡ്, ദൈവത്താൽ കഴുകപ്പെടാതെ നമ്മുടെ കാല് ഉറച്ച് നിൽക്കുകയില്ല. ദൈവം നമ്മളെ കഴുകുന്നത് എങ്ങനെയാണ്? ദൈവത്തിന് വചനത്താൽ അവൻ നമ്മൾ എന്ത് ചെയ്യുന്നു? കഴുകി ശുദ്ധീകരിക്കുന്നു. ദൈവത്തിന് വചനത്താലുള്ള ശുദ്ധീകരണം പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ കാലിലെ മാലിന്യങ്ങൾ, ചെളികൾ, കുഴഞ്ഞ ചെരുന്ന എഴുന്നേറ്റത്, ചെളിയില്ലാത്ത ആരും ഈ ലോകത്തിലില്ല. എന്നാൽ അവനെന്നെ തൊട്ട് കഴിയുമ്പോൾ, അവൻ്റെ കാലിനെ സ്പർശിച്ചു കഴിയുമ്പോൾ, അവനെൻ്റെ കാലിനെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ശുദ്ധവനായി മാറുകയാണ്. വേഗതയിൽ പോകട്ടെ, യെശയ്യാപ്രവാചകൻ 6-ാം അധ്യായത്തിൽ വായിക്കുന്നു, അയ്യോ ഞാൻ ഇഷ്ടമനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ജനങ്ങളുടെ മധ്യേ വസിക്കുന്നു പറഞ്ഞപ്പോൾ കർത്താവിന്റെ ഒരു കുളിൽ കൊണ്ട് അവൻ്റെ ആദരത്തെ ഒന്ന് തൊട്ടു. തമ്പുരാൻ തൊട്ടാൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, തമ്പുരാൻ ഒന്ന് കൈവച്ചാൽ മതി, ശുദ്ധി വരും കേട്ടോ. ഹല്ലേലൂയ. തമ്പുരാനും തൊട്ടാൽ നിങ്ങളുടെ ജീവിതത്തിലെ അശുദ്ധികള്, മാലിന്യങ്ങള്, പ്രയാസങ്ങള്, രോഗങ്ങള്, ദുഃഖങ്ങള് മാറിപ്പോകുമെന്നതിന് യാതൊരു സംശയമില്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്നൊരാൾ പറഞ്ഞു. ഓക്കെ, നീ എന്നെ സ്പർശിച്ചാൽ മതി, എനിക്ക് സൗഖ്യം വരും. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ മകന് സൗഖ്യം വരും എന്ന് വേദപുസ്തകം ധാരാളം വർണ്ണിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ സ്പർശനം നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. വചനം ജഡമായി ഈ ലോകത്തിലേക്ക് വന്നവനായ ക്രിസ്തു നമ്മെ ശുദ്ധീകരിക്കുന്നു. ശുദ്ധീകരിക്കുന്നതിലൂടെ നാം ദൈവമായുള്ള കൂട്ടായ്മയിലേക്ക് വന്നു. ഓക്കെ, ദൈവമായുള്ള കൂട്ടായ്മയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. യേശുക്രിസ്തു രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ഏതൊരു വ്യക്തിയും ദൈവിക സഭയുടെ കൂട്ടായ്മയുടെ ഭാഗമായി തീരുവാൻ
കർത്താവ് ഇന്ന് നമ്മളെ അനുവദിക്കുകയാണ്. മനസ്സിലാൻ പറഞ്ഞത്, യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് അവനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക ഒരു ദൈവവേദന ഏതൊക്കെ ആ കൂട്ടായ്മയുടെ ഭാഗമായി മാറുന്നു എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. വേഗത മുന്നോട്ട് പോകട്ടെ. വീണ്ടും ഞാൻ ഹന്നായെ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താം. ശമൂവേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഹന്ന മനോവ്യസനമുള്ള ഒരു സ്ത്രീ, അവളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു. മക്കളില്ല കേട്ടോ. തൻ്റെ സഹോദരിയായ പെനിന്നായ്ക്ക് മക്കളുണ്ട്. അത് അവർ ആണ്ടുതോറും ദേവാലയത്തിൽ വരുമ്പോൾ അവർ പെനീന കുടുംബമായിട്ട് വരുന്നു. ഹന്ന മക്കളില്ല, എങ്കിലും ദേവാലയത്തിൽ വന്നു. എങ്കിലും അവൾ പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചു. വേലി പുരോഹിതൻ നോക്കിയപ്പോൾ അവളുടെ വായ ചുണ്ട് അനങ്ങുന്നു, ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അതിരാവിലെ ഇവൾ ലഹരി പിടിച്ചിരിക്കുകയാണോ എന്നൊക്കെയും ഏലി പുരോഹിതൻ ചോദിക്കുന്നുണ്ട്. ഒരാൾ പറയുന്നുണ്ട്, അതേ ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. 1 ശമൂവേൽ വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ഹന്ന ഒരു പാട്ടുപാടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ ഹന്നയുടെ വാക്കാണ്, യഹോവ തൻ്റെ വിശുദ്ധന്മാരുടെ കാലുകളെ കാക്കുന്നു. God preserves the feet of the holy people. തൻ്റെ മക്കളുടെ കാലുകളെ കാക്കുന്നവനായ ദൈവം, നമ്മെ സൂക്ഷിക്കുന്ന ദൈവം. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കുന്നതിന് അവൻ നിന്നെ തൻ്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മിതിച്ചുകളയും. ഒരു ബാധയും നിന്നെ കൂടാരത്തിനേരെ അടുക്കയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. യഹോവന്റെ ഗമനത്തെ പരിപാലിക്കും, യഹോവന്റെ ആഗമനത്തെ പരിപാലിക്കും. യഹോവ ഇന്നും എന്നേക്കും നമ്മെ പരിപാലിക്കുന്നവനായ ദൈവമാണ്. ഗോഡ് പ്രൊട്ടക്ട്സ് അവർ ഫീറ്റ്. ഞാൻ നമ്മുടെ പാതകളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്, മറന്നു കളയരുത്. ഓക്കെ, ഇവിടെ കാലുകളെ പ്രിസർവ് ചെയ്യുന്ന, ഒരു പോറൽ പോലും വേൽക്കാതെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു പോറലോലും വേക്കാതെ നമ്മെ നടത്തുവാൻ മതിയായ ഒരു ദൈവമുണ്ട്. എത്ര വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പോറൽ പോലും പലപ്പോഴും വിചാരിച്ചു തീർന്നു പോയെന്ന്, പലപ്പോഴും വിചാരിച്ചു തകർന്നു പോയെന്ന്, ഉടഞ്ഞു പോയെന്ന്, ഇനി മുന്നോട്ട് ഓടുകയില്ല എന്ന്. മനസ്സിലായോ? സ്തോത്രം. ഞാൻ ഇത്രയും സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്ക് വിചാരമില്ലായിരുന്നു. ശാഴിച്ചാനൊക്കെ അറിയാം, എൻ്റെ തൊണ്ട അങ്ങോട്ട് ഇൻഫെക്ഷനായിട്ട് ആകെ വാ മുഴുവൻ അങ്ങ് വല്ലാതായി. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനിവിടെ പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോൾ ഞാൻ എരിയുള്ള സാധനം ഒന്നും കഴിച്ചില്ല. ആ വിധത്തിലായിരുന്നു ഞാൻ. എന്നാൽ ദൈവം തൊട്ടാൽ, ഹല്ലേലൂയ, ദൈവം തൊട്ടാൽ ശത്രുവിൻ്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും വിടുവിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. അതുകൂടി ഞാൻ ഉച്ചത്തിൽ സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പതുക്കെ പറയണമെന്ന് വെച്ചാലും എന്നെ ഉറക്കെ സംസാരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു തമ്പുരാനുണ്ട്. എൻ്റെ തൊണ്ടയ്ക്ക് ശക്തി തന്ന ദൈവം, എൻ്റെ നാവിനെ ബലപ്പെടുത്തിയ ദൈവം. സ്തോത്രം. അവൻ ഇത് തൻ്റെ വിശുദ്ധന്മാരുടെ കാലുകളെ കാക്കുന്നു. ആരെന്തെല്ലാം പറഞ്ഞാലും, ആരെന്തെല്ലാം കെണി ഒരുക്കി വെച്ചാലും അതൊന്നും എന്ത് ചെയ്യില്ല, ഈ വെള്ളത്തിൽ വേകുകയില്ല. വേണേ വെള്ളം വാങ്ങി വെച്ചേക്കാൻ പറയല്ലേ. അതായത് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ വന്നു കഴിഞ്ഞാൽ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ പറയുകയാണ്, ദൈവം വിടുവിക്കും. അല്ല, വിടുവിച്ചാലും വിടുവിച്ചില്ലേലും നീ നിർത്തിയ മുമ്പത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. നോക്കിയേ, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിൻ്റെ കാലുകളെ വല്ലതും പറ്റിയാ പൊള്ളിയ? ഹല്ലേലൂയ. ആ കാലുകൊണ്ടാ തീക്കകത്തൂടെ നടന്നതേ. സ്തോത്രം. എത്ര പേർ മനസ്സിലായി? ഹല്ലേലൂയ. അവൻ്റെ കാലുകളെ കാത്തു. അതുകൊണ്ട് ആ തീക്കുണ്ടത്തിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാനൊക്കെ വേണം അവരെ ശക്തീകരിച്ചവനായ ഒരു ദൈവമുണ്ട്. ദാനിയേൽ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. എന്നാൽ അവിടെയും ഒരു പോറൽ പോലും ഏൽക്കുവാൻ തമ്പുരാൻ അനുവദിച്ചില്ല. മുന്നോട്ട് പോകട്ടെ. തൻ്റെ യഹോവ തൻ്റെ വിശുദ്ധന്മാരുടെ
പാതകളെ, കാലുകളെ എന്ത് ചെയ്യുന്നു? കാക്കുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യം പറഞ്ഞു ദൈവവചനത്താലുള്ള ശുദ്ധീകരണം, ദൈവവചനത്തിന് പ്രാധാന്യം കാലിന്. 2, കാലുകളെ ഒരു പാറമേൽ അടിസ്ഥാനപ്പെടുത്തി നിർത്തി. 2, കാലുകളെ അവൻ ദൈവവചനത്താൽ കഴുകി ശുദ്ധീകരിച്ചു. 3, നമ്മുടെ കാലുകളെ അവൻ കാക്കുന്നു. അങ്ങനെ കാക്കുന്നു എന്നുള്ള ബോധ്യമുള്ളവർക്ക് ഇനി അടങ്ങിയിരിക്കാനായിട്ട് ഒക്കത്തില്ല. മനസ്സിലായോ? അവർക്കിനിയും അടങ്ങിയിരിക്കാനൊക്കത്തില്ല. അവരെന്ത് ചെയ്യണം? പോകട്ടെ നിനക്കായി ഞാൻ പാടു സഹിച്ചിടുവാൻ, ഓടട്ടെ നാടെങ്ങും ഞാൻ നിന്നാമം ഘോഷിക്കുവാൻ. പോകട്ടെ നിനക്കായി ഞാൻ പാടു സഹിച്ചിടുവാൻ, ഓടട്ടെ നാടെങ്ങും ഞാൻ നിന്നാമം ഘോഷിക്കുവാൻ. ചേർന്ന് പാടാം. കർത്താവേ നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു, എന്നെ ഞാൻ സമ്പൂർണമാ നിൻ കയ്യിൽ തന്നിടുന്നു, എന്നെ ഞാൻ സമ്പൂർണമാ നിൻ കയ്യിൽ തന്നിടുന്നു. എല്ലാം ഞാനേകിടും മാനസം ദേഹി ദേഹം നിൻഹിതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നു. എല്ലാം ഞാനേകിടുന്നെൻ മാനസം ദേഹി ദേഹം നിൻഹിതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു, എന്നെ ഞാൻ സമ്പൂർണമാ നിൻ കയ്യിൽ തന്നിടുന്നു, എന്നെ ഞാൻ സമ്പൂർണമാ നിൻ കയ്യിൽ തന്നിടുന്നു. അപ്പോൾ ഇപ്രകാരം കാലുകൾ കാക്കപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ എഫേസ്യ ലേഖനം 6-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ നമ്മുടെ കാലിൽ എന്ത് വേണം? ഒരു ചെരുപ്പ് വേണം. ആ ചെരുപ്പാണ് ഓടാൻ എന്നെ സഹായിക്കുന്നത്. സമാധാന സുവിശേഷ ഒരുക്കം കാലിന് ചെരുപ്പ്. സമാധാന സുവിശേഷത്തിന് ഒരുക്കം കാലിന് ചെരുപ്പ്. മനസ്സിലായോ? ഇന്ന് നമ്മുടെ കാലിലുള്ള ചെരുപ്പ് പെട്ടെന്ന് ഊരിപ്പോവും ചിലതൊക്കെ, അല്ലേ? ഇങ്ങനെ ഓട്ടത്തിൽ അങ്ങ് ഊരി പോകുന്ന ടൈപ്പുണ്ട്. എന്നാൽ ഊരിപ്പോകാത്ത ശരിയായ കറക്റ്റ് അളവിന് നമ്മുടെ കാല് ചേർന്നിരിക്കുന്ന നമ്മുടെ പാദത്തിന് അനുയോജ്യമായ വിധത്തിൽ, അല്പം വിശദീകരിക്കാം. നമ്മുടെ കാലിന് അനുയോജ്യമായ വിധത്തിലുള്ള ചെരുപ്പ് നമുക്ക് തരത്തുള്ളൂ. അതൊക്കെ മനസ്സിലായി? ഓക്കെ. മാത്യു പാസ്റ്റർ ചെയ്യുന്നത് കെ.സി. തോമസ് ചെയ്യാൻ പറ്റത്തില്ല. മാത്യു പാസ്റ്റർ കാലിന് ചെരുപ്പ് അദ്ദേഹത്തിൻ്റെ കാലിനുള്ള അനുയോജ്യമായ അളവാണ്. എന്നാൽ എൻ്റെ കാലിൽ ഇടുന്ന ചെരുപ്പ് വ്യത്യസ്തമാണ്. ഓക്കെ, അളവ് വ്യത്യാസമുണ്ട്. ഓക്കെ, അതുകൊണ്ട് ദൈവം ഓരോരുത്തന് അവനവന് കൃപ ലഭിച്ചതുപോലെ അവരുടെ അളവിനൊത്തവണ്ണം എന്ത് ചെയ്യുന്നു? ദാനങ്ങളെ കൊടുത്തിരിക്കുന്നു. ശുശ്രൂഷ ചെയ്യാനുള്ളതായ സാഹചര്യങ്ങളെ ദൈവം കൊടുത്തു. ചിലർക്ക് പാട്ട് പാടാനായിരിക്കാം, ചിലർക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാനായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ചില ശുശ്രൂഷകൾ ചെയ്യുവാനായിരിക്കാം. ഇതെല്ലാം കൊണ്ട് എത്തിക്കുന്നത് എന്താണ്? സമാധാന സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരുക്കം കാലിന് ചെരുപ്പാകണം.
അങ്ങനെ ആ ചെരുപ്പിട്ട് കഴിയുമ്പോൾ റോമാലേഖനം 10-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ അവർ ഫീറ്റ് ബിക്കം സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, റോമാലേഖനം 10-ാം അധ്യായം 15-ാം വാക്യം, നമ്മുടെ കാല് എന്തായിത്തീരും? മനോഹരമായി. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. മനസ്സിലായി പറഞ്ഞേ? ഈ സമാധാന സുവിശേഷം ഒരുക്കം കാലിന് ചെരുപ്പാക്കി ഇട്ട് കഴിഞ്ഞാൽ ഈ സുവിശേഷിക്കുന്നവരുടെ കാല് സോ ബ്യൂട്ടിഫുള്ളാണ്. ഹല്ലേലൂയ. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് കാണാൻ സാധിക്കും. നമ്മുടെ പാദം, നമ്മുടെ കാൽപാദം എത്ര വലുതാ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിഷയമാണ്. ഒരു കാര്യം പറഞ്ഞൊരു വാക്ക് പെട്ടെന്ന് നിർത്താം, സമയം മുന്നോട്ട് പോയല്ലോ. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കി നമ്മുടെ കാലിലെ ഉറപ്പുള്ള പാറമേൽ നിർത്തി ദൈവനത്താൽ നമ്മളെ ശുദ്ധീകരിച്ച് തൻ്റെ ദിവ്യശക്തിയാൽ അവൻ നമ്മളെ കാത്ത് സമാധാന സൂചന ഒരുക്കം കാലിനെ ചെരുപ്പാക്കിയിടുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ച് കാലിനെ മനോഹരമാക്കിയിരിക്കുന്നെങ്കിൽ ഈ കാൽ കൊണ്ട് ഒരു ശുശ്രൂഷയുണ്ട്. റോമാലേഖനം 16-ാം അധ്യായം 20-ാം വാക്യം. റോമർ 16:20 ഇവിടെ വായിക്കുന്നു, സാത്താനെ എന്ത് ചെയ്യണം? തൻ്റെ കാൽ കീഴേ റോമൻസ് 16:20 സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. ഓക്കെ, സമാധാന ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു. ആരുടെ ആരുടെ ഉറക്കെ പറഞ്ഞു? ആരുടെ? ഓ ശരിയല്ല, നമ്മുടെ അല്ല. പേര് പറ, നിങ്ങളുടെ പേര് പറ, പേര് പറ, നിങ്ങളുടെ പേര് പറ. ഇവിടെ നമ്മുടെ നല്ല ആരുടെ കാലാ? അപ്പുറത്തെ തോമാച്ചനും ഇപ്പുറത്തെ ചാക്കോച്ചനും അല്ല കാല്. എൻ്റെ കാലുണ്ടല്ലോ, KC തോമസ് കൊണ്ട് കാലിൻ്റെ കീഴെ സാത്താനെ ചതയ്ക്കുവാൻ നമ്മളെ കാലിനെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിശാചിനെ കണ്ട് ഓടി അലറിയെങ്കിലും പോകണ്ട. ഓക്കെ, ഇപ്പം എൻ്റെ കൊച്ചുമോൾ ഈ 2 ദിവസം എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം മുറ്റത്തൊരു ഈച്ച, അപ്പച്ച അപ്പച്ച ഈച്ച 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 പല്ലിയെ കണ്ടാണ്. അപ്പച്ച പല്ലി പല്ലി, അവൾക്ക് പേടിയാ. 2 വയസ്സേ ഉള്ളൂ, അതിൻ്റെതായ പ്രായമുള്ളൂ, എങ്കിലും അവൾക്ക് പേടിയാ. എന്നാ കേൾക്ക് ദൈവമക്കളെ, സ്പിരിച്വൽ മച്യൂരിറ്റി, ആത്മീയ പക്വതയിലേക്ക് വന്നു കഴിയുന്ന ഒരു ദൈവവൈതൽ പേടിച്ചിരിക്കാനുള്ളവനല്ല. ശിശുക്കളെ പോലെ വീണ്ടും എപ്പോഴും സ്പൂൺ ഫീഡിങ് മാത്രമല്ല, കട്ടിയുള്ള ആഹാരം കഴിച്ച് സാത്താനീയവന്റെ തന്ത്രങ്ങളെയൊക്കെയും മെതിച്ചു കളയുവാൻ തക്ക വിശ്വാസമെന്ന പരിചയമെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് നമ്മുടെ കാലുകളെ വയ്ക്കുവാൻ ഇടയാകണം. എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ തീർന്നു. പിന്നെ പ്രാർത്ഥനയുമില്ല, കൂട്ടായ്മയുമില്ല, ആരാധനയില്ല, ആകെ പതറിയിരിക്കുക. ഓ സ്തോത്രം. എന്നിട്ടുള്ള പാസ്റ്റർ ഒന്ന് വരണേ, ഒന്ന് പ്രാർത്ഥിക്കണേ. എൻ്റെ പ്രിയ സഹോദര സഹോദരി, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിച്ചുകൂടായോ? സ്പിരിച്വൽ പക്വത, ആത്മീയ പക്വതയുള്ളതായ ഒരു ദൈവവേദനായി, ദൈവവചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട്, ദൈവവചനത്താൽ കഴുകപ്പെട്ട്, ദൈവമൈതലായി, ദൈവമകളായി നാം മാറിക്കഴിയുമ്പോൾ we have the right. ഓക്കെ ഇല്ലേ? നമുക്ക് സാത്താൻ്റെ തന്ത്രങ്ങളെ തകർത്ത് കളയുവാൻ തക്കതായ അധികാരം നമ്മുടെ കരകളിൽ തന്നിട്ടുണ്ട്. ശിഷ്യന്മാരെ യേശു വിളിക്കാൻ പറഞ്ഞാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? തന്നോട് ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകേണ്ടതിനും 12 പേരെ നിയമിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ആകയാൽ നിങ്ങൾ പോകുവീൻ. നമ്മൾ പരാജയപ്പെട്ട തോറ്റ വിശ്വാസിയല്ല, മറിച്ച് ക്രിസ്തുവിൽ നമ്മെ എപ്പോഴും ജ്യോത്സവമായി നടത്തുന്ന
ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എൻ്റെ കഴിവുകൊണ്ടല്ല, എന്നെ ബലപ്പെടുത്തുന്ന, എൻ്റെ കാലുകളിൽ ശക്തി നൽകുന്ന, എൻ്റെ കാലുകൾക്ക് വേഗത കൂട്ടുന്ന, എൻ്റെ കാലുകൾക്ക് ആവശ്യമായ പ്രൊട്ടക്ഷൻ നൽകുന്നവനായ ഒരു ദൈവമാണ് എന്നെ മുന്നോട്ട് ജീവിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ യാത്ര, നമ്മുടെ ദിശ ഏത് ദിക്കിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? ശരിയായ രീതിയിൽ കാല് മൂവ് ചെയ്യുവാൻ, ശരിയായ രീതിയിൽ കാലുകളെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ ഏതെങ്കിലും പ്രലോഭനങ്ങളോ ഏതെങ്കിലും അട്രാക്ഷൻസോ നമ്മൾ മുമ്പിൽ വന്നു കഴിയുമ്പോൾ അറിയാതെ കാല് ദിശ മാറി സഞ്ചരിക്കാറുണ്ടോ? നിന്റെ വചനം എൻ്റെ കാലിന് ദൈവവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും. ദൈവമേ, നീ എൻ്റെ പാതകളെ നേരെയാക്കണമേ. ശരിയായ വഴിയിൽ നടക്കുവാൻ, ശരിയായ ദിശയിൽ സഞ്ചരിക്കുവാൻ എൻ്റെ കാലുകൾക്ക് വേണ്ടതായ നിയന്ത്രണം നൽകണമേ. എൻ്റെ വചനത്താൽ എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. ഇനി ഉറപ്പുള്ള അവസ്ഥയിൽ നിർത്തണമേ. നോട്ട് ടു ബി അൺസ്റ്റേബിൾ ബട്ട് ബി സ്റ്റേബിൾ. സ്റ്റെബിലിറ്റി, കർത്താവേ, ഉറപ്പോടുകൂടി ഓരോ ദിവസവും യാത്ര ചെയ്യുവാൻ. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന ഉറപ്പോടുകൂടി ജീവിതയാത്രയോട് നയിപ്പാൻ കർത്താവേ എന്നെ ഒരുക്കണമേ എന്ന് ഈ രാവിലെ സമയം പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മുടെ പാതകളെ നേരെയാക്കും, നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കും. സ്ഥിരമാനസൻ യഹോവയിൽ ആശ്രമിച്ചിരിക്കൊണ്ട് ഞാൻ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തുമാറാകട്ടെ.